മറ്റൊരാൾക്കും അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ്. പല സന്ദർഭത്തിലായി പട്ടികവർഗ സമൂഹത്തിന്റെ ഭൂമികൾ പല കാരണങ്ങളാൽ മറ്റു പലരും തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സമൂഹത്തിലെ ഏറ്റവും ദുർബല ജനവിഭാഗമായ പട്ടികവർഗ സമൂഹത്തിന്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് രാജ്യത്തിലെ ഏത് ഭൂമിക്കും അവകാശവാദം ഉന്നയിക്കാൻ വഖഫ് ബോർഡിന് സാധിക്കുമെന്നുള്ള ക്ലോസ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് പട്ടികവർഗ സമൂഹത്തിന്റെ സ്വത്തിനും കൂടി ബാധകമായിരുന്നു. പലപ്പോഴും രാജ്യത്തിലെ ഈ സമൂഹം ഈ വഖഫ് ബോർഡിന്റെ തീരുമാനത്തിനെതിരായിട്ട് ട്രിബ്യൂണലിനെ സമീപിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വ്യവഹാരങ്ങൾ നടത്താനോ ഒന്നും സാധിക്കാത്ത സമൂഹമാണ്. പലപ്പോഴും ഈ വിഷയം അവർ അറിയുക പോലുമില്ല. വഖഫ് നോട്ടീസ് കൊടുത്താൽ ആ നോട്ടീസ് പോലും വേണ്ടത്ര കൈപ്പറ്റാനോ വായിക്കാനോ ഒന്നും അറിയാത്തൊരു സമൂഹമാണ് രാജ്യത്തിലെ പട്ടികവർഗ സമൂഹം. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ 95-ലെ വഖഫ് നിയമത്തിലൂടെ ഈ രാജ്യത്തിലെ പട്ടികവർഗ സമൂഹത്തിന്റെ നിരവധി ഭൂമികൾ വഖഫ് ബോർഡ് അവരുടെ അവകാശവാദം ഉന്നയിക്കുകയും കൈക്കലാക്കുകയും ചെയ്തിട്ടുള്ള സന്ദർഭം ഉണ്ടായിരുന്നു. 2013-ൽ UPA ഗവൺമെന്റ് വീണ്ടും നിയമം ഒന്നുകൂടി കർക്കശമാക്കിയപ്പോ അന്ന് ഈ വിഷയം ഉന്നയിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ ആ വിഷയം അന്ന് അഡ്രസ് ചെയ്യാൻ UPA ഗവൺമെന്റ് തയ്യാറായി. ഇന്നലത്തെ പുതിയ നിയമ ഭേദഗതിയിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിട്ടുള്ള പുതിയ നിയമം അനുസരിച്ച് പട്ടികവർഗ സമൂഹത്തിന്റെ ഈ അവകാശം അത് ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശം നിലനിർത്തുകയാണ്. 5ഉം 6ഉം ഷെഡ്യൂളിനകത്ത് പട്ടികയുള്ള ഒരു നിയമമാണ് ഇന്നലെ ലോകസഭ പാസാക്കിയിട്ടുള്ളത്. ഇന്ന് രാജ്യസഭ അത് പാസാക്കാൻ വേണ്ടി പോകുന്നത്. അതനുസരിച്ച് ഈ നിയമം പാസായി കഴിഞ്ഞാൽ പട്ടികവർഗ സമൂഹത്തിന്റെ സ്വത്തിനുമേൽ ഉടമസ്ഥാവകാശം പറയാനോ അവകാശവാദം ഉന്നയിക്കാനോ വഖഫ് ബോർഡുകൾക്ക് അനുവാദം ഉണ്ടാകുന്നതല്ല എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭേദഗതിയാണ് ഇന്നലെ പാസാക്കിയിട്ടുള്ള നിയമത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഈ രാജ്യത്തിലെ പട്ടികവർഗ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള തീരുമാനമാണ് നരേന്ദ്രമോദി. ഈ വിഷയത്തിൽ കേരളത്തിലെ പാർലമെന്റ് മെമ്പർമാർ സ്വീകരിച്ചിട്ടുള്ള സമീപനം അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള സമീപനമാണ്. ഇത്തരം വിഷയങ്ങളോട് നിയമത്തിന്റെ മറവിൽ രാജ്യത്താസകലമുള്ള കോടിക്കണക്കിന് ഏക്കർ ഭൂമി പട്ടികവർഗ സമൂഹം അനുഭവിക്കുന്ന ഭൂമി MP ഉണ്ട്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട MP. അദ്ദേഹത്തിന് ഈ വിഷയം അറിയാവുന്നതാണല്ലോ കോൺഗ്രസിന്. കേരളത്തിലെ ഓരോ പാർലമെന്റ് അംഗവും ഇത്തരം വിഷയങ്ങൾ ഈ നിയമ ഭേദഗതിയുടെ ഭാഗമായി പുതുതായി ലഭ്യമായിട്ടുള്ള അവകാശങ്ങളെ സംബന്ധിച്ചൊന്നും പരാമർശിക്കാൻ വേണ്ടി തയ്യാറായി. അതിനു പകരം വില കുറഞ്ഞ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കേരളത്തിലെ MP-മാർ സ്വീകരിച്ചിട്ടുള്ളത്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പാർലമെന്റിൽ ചർച്ചയിലുടനീളം കേരളത്തിലെ MP-മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. വഖഫ് നിയമം ഏറ്റവും സുതാര്യമായ ഒരു പ്രക്രിയയിലൂടെ ആ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തത് BJP അല്ല, മുസ്ലിം നാമധാരികളായിട്ടുള്ള 3 വ്യക്തികളാണ് ഡൽഹി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തത്. ആ പൊതുതാൽപര്യ ഹർജിയിൽ ഫയൽ ചെയ്യുന്നത് വഖഫ് ബോർഡിന്റെ കോടിക്കണക്കിന് സ്വത്തുക്കൾ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. അത് ഈ നിയമത്തിന്റെ മറവിലാണ്. അതുകൊണ്ട് ഈ നിയമം റദ്ദ് ചെയ്യണമെന്നുള്ളതാണ് പൊതുതാൽപര്യ ഹർജി. ആ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ട് ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് നിലപാട് ചോദിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ്? അങ്ങനെ നിലപാട് ചോദിച്ചപ്പോ ഹൈക്കോടതി മറുപടി പറയുമ്പോൾ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം രാജ്യത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സംഘടനകളുമായിട്ടും ചർച്ച നടത്തി. കേന്ദ്ര ഗവൺമെന്റ്, രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് 2023-ൽ ഹൈക്കോടതിയിൽ മറുപടി കൊടുക്കുന്നതിന് മുമ്പായിട്ടാണ് ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളോടും വ്യത്യസ്ത മനുഷ്യാവകാശ സംഘടനകളോടും ഒക്കെ നരേന്ദ്രമോദി ഗവൺമെന്റ് അന്നത്തെ ന്യൂനപക്ഷ മന്ത്രാലയം ചർച്ചകൾ ആരംഭിച്ചത്. ആ ചർച്ചകൾക്കൊടുവിൽ ആ ചർച്ചയുടെ റിസൾട്ട് എന്നുള്ളതിലേക്കാണ് ഭേദഗതി ചെയ്യണം, ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനയിൽ പറയുന്ന
സ്വത്തവകാശത്തെ സംബന്ധിച്ച് വ്യക്തികൾക്കും സംഘടനകൾക്കും സൂക്ഷിക്കേണ്ട മൗലികമായിട്ടുള്ള ചില കടമകളുണ്ട്. സ്വത്തവകാശത്തെ സംബന്ധിച്ചും ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചും രാജ്യത്തിലെ ഭരണഘടന മുമ്പോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളുണ്ട്. ആ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നിയമം എന്നുള്ളതുകൊണ്ട് നിയമം ഭേദഗതി ചെയ്യണമെന്നുള്ളത് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം 2023 മുതൽ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു കരട് ബില്ല് തയ്യാറാക്കി അത് 2024 ആഗസ്റ്റ് മാസം 8-ാം തീയതി രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു. രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോ പ്രതിപക്ഷ പാർട്ടികളാണ് പറഞ്ഞത് ഇത് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കണം. ബിജെപിയുടെ ആവശ്യമല്ല, എൻഡിഎയുടെ ആവശ്യമല്ല, ഭരണപക്ഷത്തുള്ള ആവശ്യമല്ല, കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് മെമ്പർമാരടക്കം കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ഇതിനെ സംബന്ധിച്ച് ഏതാണ്ട് 1 കോടി ആളുകളിൽ നിന്ന് നിർദ്ദേശം വാങ്ങിയിട്ടുണ്ട്. കോൺഗ്രസും CPM മറുപടി പറയുന്നത് രാജ്യത്തിന്റെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇത്രയും കൂടുതൽ ആളുകളോട് ചർച്ച ചെയ്യുകയും അഭിപ്രായം വാങ്ങുകയും ചെയ്തിട്ടുള്ള പാർലമെന്ററി കമ്മിറ്റി ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് JPC കണ്ടവരാണല്ലോ നമ്മൾ. ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ 1 കോടി ആളുകൾ, ഏതാണ്ട് 98 ലക്ഷത്തിലേറെ നിർദ്ദേശങ്ങളാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുമ്പേ അവരുടെ വെബ്സൈറ്റിലും നേരിട്ടുമൊക്കെ ലഭ്യമായിട്ടുള്ളത്. അത് മുഴുവൻ പരിശോധിച്ചിട്ടുണ്ട്. അത് മുഴുവൻ പരിശോധിച്ചുകൊണ്ടാണ് രാജ്യത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളോടും ചർച്ച നടത്തിയത്. ചർച്ച നടത്തിയത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മുസ്ലിം സംഘടനകളോടും ചർച്ച നടത്തിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ സുന്നി ജമാഅത്ത് ഉലമ ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചർച്ച നടത്തിയിട്ടുള്ള സംഘടനയാണ്. രാജ്യത്തിലെ സുന്നി മുസ്ലിം വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ്. ഇന്ത്യൻ മുസ്ലിംസ് ഓഫ് സിവിൽ റൈറ്റ്സ്, അത് മുസ്ലിം സമൂഹത്തിന്റെ ഈ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്. അവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിലെ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ സുഫി സംഘടനയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. മുസ്ലിം രാഷ്ട്രീയ മഞ്ചുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. മുസ്ലിം ഇന്റലക്ച്വൽ ഫോറവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ജമാഅത്ത് ഉലമയുമായി, ജലാലത്ത് ഉലമായിൽ ഹിന്ദി എന്ന് പറയുന്ന മുസ്ലിം സംഘടന ചർച്ച നടത്തിയിട്ടുണ്ട്. ഷിയ മുസ്ലിമിന്റെ ഇന്റലക്ച്വൽ ഗ്രൂപ്പുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ദാറുൽ ഉലൂം സംഘടനയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഏതാണ്ട് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള 11ഓളം മുസ്ലിം സംഘടനകളുമായി മുഖാമുഖം ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ഒരുമിച്ച് സിറ്റിംഗ് നടത്തി ചർച്ച ചെയ്തിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത് ഏകപക്ഷീയമാണ് എന്ന് പറയുക? എന്നുള്ളതില്ല. ഈ രാജ്യത്തിലെ 25 സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുമായിട്ട് ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചർച്ച നടത്തിയിട്ടുണ്ട്. നേരിട്ട് പോയി അവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം വിശദമായ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ആ നിർദ്ദേശങ്ങൾ കൂടി ഇന്നലെ നിങ്ങൾ ബില്ല് അവതരിപ്പിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ബില്ല് അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പ്രത്യേകമായി തന്നെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് നിയമം പാസാക്കിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇത് ഏകപക്ഷീയമാണെന്ന് പറയുക? അതുകൊണ്ട് കേരളത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. കേരളത്തിലെ ഇന്നലെ നിയമം അവതരിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നമ്പത്തെ പ്രശ്നം മന്ത്രി സൂചിപ്പിച്ചു. ആ പ്രശ്നത്തോട് കേരളത്തിലെ എംപിമാരുടെ നിലപാടെന്താണ്? അതിപ്പോഴും പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ലല്ലോ. അവരുടെ ഭൂമി ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന ആശങ്ക ഇതിലൂടെ പരിഹരിക്കപ്പെടും എന്ന് അവർക്കുറപ്പുണ്ട്. എന്തുകൊണ്ടാണ് ആ വിഷയം ഈ എംപിമാരുടെ പ്രശ്നത്തിലൊന്നും മുന്നമ്പം കടന്നു വരാതിരുന്നത്? അത് പരാമർശിക്കുകയും വേണ്ടേ? അതെവിടെയും പരാമർശിക്കപ്പെടില്ലല്ലോ. അപ്പൊ ഏകപക്ഷീയമായി കേരളത്തിലെ പാർലമെന്റ് മെമ്പർമാർ അവർ ഈ വിഷയത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. ഇത് മുസ്ലിങ്ങൾക്ക് കൂടി പ്രയോജനകരമായിട്ടുള്ള നിയമമാണ്, മുസ്ലിം സമൂഹത്തിന് കൂടി പ്രയോജനകരമായിട്ടുള്ള നിയമമാണ് ഇന്നലെ അവതരിപ്പിക്കുന്നത്. കാരണം മുസ്ലിം സമൂഹത്തിന്റെ സ്വത്തിനെ സംബന്ധിച്ച്, വഖഫ് ബോർഡിന്റെ സ്വത്തിനെ സംബന്ധിച്ച് കൃത്യതയുണ്ടാകും. ഇതുവരെ വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ
ഓഡിറ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നില്ല. അവർ നിശ്ചയിക്കുന്ന ഓഡിറ്ററാണ്. ഇപ്പോഴങ്ങനെയല്ല. CAG-ക്ക് കീഴിൽ ഈ രാജ്യത്തിലെ മറ്റെല്ലാ വിഭാഗത്തെയും പോലെ CAG-ക്ക് കീഴിലുള്ള ടീമിന് വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ ഇനി അവിടെ വരുമാനം ചെലവുമൊക്കെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് കൃത്യമായി നിയമപ്രകാരമാണ് വിനിയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇതിന്റെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമിയുടെ സർവേയും അതിന്റെ ബാക്കി കാര്യങ്ങളും ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള റവന്യൂ നിയമം അനുസരിച്ച് വേണമെന്നാണ് ഈ ഭേദഗതിയുള്ളത്. ഏതെങ്കിലും ഒരു കേന്ദ്ര നയം അടിച്ചേൽപ്പിക്കുകയല്ല കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. എന്താണ് ഓരോ സംസ്ഥാനത്തും ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചുള്ള റവന്യൂ നിയമം? ആ റവന്യൂ നിയമം പ്രാവർത്തികമാക്കണം. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ്. ഈ രാജ്യത്തിലെ റവന്യൂ നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമല്ലേ? അപ്പോൾ ബാധകമാണ്. അത് വഖഫ് ബോർഡിന്റെ സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ജില്ലാ കളക്ടർക്ക് പരമാധികാരം കൊടുത്തു. ആ ജില്ലാ കളക്ടർക്ക് പരമാധികാരം കൊടുക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ തർക്കങ്ങളിൽ ലാസ്റ്റ് വേർഡ് പറയാനാണ്. ഈ രാജ്യത്തിലെ നിലവിലുള്ള റവന്യൂ നിയമം അനുസരിച്ച് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് റവന്യൂ ഡിസ്പ്യൂട്ടിൽ ജില്ലാ കളക്ടറാണല്ലോ സാധാരണ അഭിപ്രായം പറയുക. അത് സ്വാഭാവികമല്ലേ? ആ ഒരു ഭേദഗതി ഇവിടെ വരുമ്പോ എന്തിനാണ് കോൺഗ്രസിനും CPM-നും ഇത്ര വേവലാതി? എന്തിനാണ് അവർ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ പറയുന്നത്? അപ്പൊ ഈ നിയമത്തിൽ പറയുന്ന ഓരോ വകുപ്പുകളും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിൽ മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ഈ നിയമത്തിലുണ്ട്. കാരണം ഒരാൾക്ക് അയാളുടെ ഭൂമി വഖഫിന് കൊടുക്കണം. ഈ നിയമത്തിൽ പറയുന്നത് പോലെ 5 വർഷം മുസ്ലിം മതാചാര പ്രകാരം ജീവിച്ചിട്ടുള്ള ഒരാൾക്ക് അയാളുടെ സ്വത്തുക്കൾ വഖഫാക്കാം, വഖഫ് ബോർഡിന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ അയാളെ ആശ്രയിച്ച് ജീവിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ വിപ്ലവകരമായ തീരുമാനം എന്താണുള്ളത്? കാര്യമായ ഏറ്റവും വിപ്ലവകരമായ ഒരു നിയമം പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇതിനെ കോൺഗ്രസും CPM-ഉം എതിർക്കുന്നത് എന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറയണം. അവർ കേരളത്തിലെ ഒരു വിഭാഗത്തെ മാത്രമായി കാണുകയാണ്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂണ്ടിക്കാൻ, ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ലല്ലോ, എല്ലാ വിഭാഗവും ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കോൺഗ്രസും CPM-ഉം അഡ്രസ് ചെയ്യാത്തത്? അതെന്തുകൊണ്ടാണ്? ഇനിയിപ്പോ കേരള കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ആ പറച്ചിലെ സത്യസന്ധത എത്രത്തോളം എനിക്കൊന്നും അറിയില്ല. പക്ഷേ കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഇതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇന്നലെ പാർലമെന്റിൽ സംസാരിച്ചത്? കേരളത്തിലെ 18% വരുന്ന ജനവിഭാഗം, ആ ജനവിഭാഗം നിങ്ങളോട് ഈ ബില്ലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് ആ റിക്വസ്റ്റിനെ നിങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ പാർലമെന്റ് മെമ്പർമാർ ഇന്നലെ സംസാരിച്ചത്. അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും എന്ന കാര്യം കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതൃത്വത്തെ ഞാൻ ഓർപ്പെടുന്നു. കേരളത്തിലെ പട്ടികവർഗ സമൂഹം, ആ സമൂഹം അവരുടെ വോട്ടുകൂടി വാങ്ങിയിട്ടാണല്ലോ നിങ്ങൾ ജയിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗമുള്ള ജില്ലയാണ് വയനാട് ജില്ല. ആ വയനാട് ജില്ലയിലെ MP അവര് പട്ടികവർഗ വിഭാഗത്തിന് ഏറ്റവും ആനുകൂല്യമുള്ള ഒരു നിയമം പാർലമെന്റിൽ പാസ്സാക്കുമ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കാൻ പ്രിയങ്ക വധേര തയ്യാറായി. വയനാട്ടിലെ കോളനികളിൽ പോയി വോട്ട് പിടിച്ചിട്ടല്ലേ അവർ ജയിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതിന് വലിയ വില കോൺഗ്രസും CPM കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ ഈ പൊയ്മുഖം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ അവതരിപ്പിക്കും. വഖഫ് നിയമം ഇന്ന് രാജ്യസഭ കൂടി പാസ്സായി പ്രാവർത്തികമാകുന്നതോടുകൂടി രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർണായകമായ വഴിത്തിരിവായി ആ നിയമം മാറാൻ വേണ്ടി പോവുകയാണ്. ഈ മുനമ്പം ആളുകളെ ഈ പുതിയ ഭേദഗതി നിയമം ഇതെങ്ങനെയാണ് സ്വാധീനിക്കുക? മുനമ്പം കേസിൽ എങ്ങനെയാണ് ഇത് പരിഹരിക്കുക? ഇത് നിയമം വരുന്നതോടുകൂടി
വഖഫിന്റെ അവകാശവാദത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധനകൾക്ക് ജില്ലാ ഭരണകൂടത്തിന് റൈറ്റ് ഉണ്ടാവുകയാണ്. ജില്ലാ ഭരണകൂടത്തിന് റൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ രാജ്യത്തിലെ റവന്യൂ ജില്ലാ ഭരണകൂടം, അതായത് ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള വഖഫിന്റെ ഒരു ബോർഡ്, 2 നോൺ മുസ്ലിം അംഗങ്ങൾ അടങ്ങുള്ള സ്ത്രീ സാന്നിധ്യമുള്ള, അതായത് അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ള അല്ലെങ്കിൽ റിട്ടയർഡ് ജസ്റ്റിസിന്റെ റാങ്കിലുള്ള നോൺ മുസ്ലിംസ് ആയിട്ടുള്ള 2 പേർ അടക്കമുള്ള വഖഫ് ട്രിബ്യൂണൽ, ആ ട്രിബ്യൂണൽ കേസ് പോകും. ആ ട്രിബ്യൂണൽ കേസ് കേട്ട ശേഷം ജില്ലാ കളക്ടർക്ക് ഈ കേരളത്തിൽ നിലവിലുള്ള റവന്യൂ നിയമം അനുസരിച്ച് മുനമ്പത്തെ ഭൂമി പരിശോധിക്കാം. പരിശോധിച്ച ശേഷം കളക്ടർ ഈ ട്രിബ്യൂണൽ റിപ്പോർട്ട് ചെയ്യണം. അതടിസ്ഥാനത്തിൽ ട്രിബ്യൂണൽ തീരുമാനം എതിരാണെങ്കിൽ പോലും മുനമ്പത്തെ ആളുകൾക്ക് ഹൈക്കോടതിയിൽ പോകാം. അല്ലാതെ നിലവില് ഉള്ള കേസുകൾ ഇന്നലെ അമിത്ഷാ സഭയിൽ പറഞ്ഞു, മുൻകൂർ പ്രാബല്യത്തോടുകൂടിയല്ല, പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഈ നിയമത്തിന് മുൻകൂർ പ്രാബല്യമില്ല. അപ്പം മുനമ്പം കേസ് ഇതിന്റെ പരിഗണനയിൽ വരുമോ? തീർച്ചയായിട്ടും മുൻകൂർ പ്രാബല്യമില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അംഗങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഏതോ കാലത്ത് വഖഫ് ചെയ്യപ്പെട്ട എല്ലാ സ്വത്തുക്കളും ഈ നിയമത്തിന്റെ പേരിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ പറഞ്ഞതാണ്. അല്ലല്ല, അമിത്ഷാജി പറഞ്ഞത് കണ്ടന്റാണ് ഞാൻ പറഞ്ഞത്, അമിത്ഷാജിയുടെ പ്രസംഗമാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അമിത്ഷാജി പറഞ്ഞത് എന്നാണ് പറയുന്നത്. അതായത് ഏതോ കാലഘട്ടങ്ങളിലൊക്കെ വഖഫിന് ചെയ്യപ്പെട്ട എല്ലാ സ്വത്തുക്കളും പുനഃപരിശോധനയ്ക്ക് വിധേയമാണ് ചോദ്യം, അങ്ങനെ പരിശോധനയാണ്. പക്ഷേ നിലവിൽ കേസുകളുള്ളതുണ്ട്, നിലവിൽ പരാതികളുള്ളതുണ്ട്. പരാതി ചെകഞ്ഞെടുത്ത് പോയിട്ട് പരിശോധിക്കില്ല, നിലവിൽ പരാതികളുള്ളതുണ്ട്. ആ നിലവിൽ പരാതികൾ പുതിയ നിയമത്തിന്റെ വകുപ്പുകൾക്കനുസരിച്ച് പരിശോധിക്കപ്പെടുക. ഇനി ഇത് നിയമം പാസ്സായിട്ടേ ഉള്ളൂ, ഇനി ഇതിന്റെ ചട്ടങ്ങൾ രൂപപ്പെടണം. അല്ല, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ മുനമ്പ് എങ്ങനെ പരിഗണിക്കപ്പെടും? നേരത്തെ ഡിസ്പ്യൂട്ട് ഉള്ള ഭൂമിയാണ്. ഇപ്പം ട്രൈബ്യൂണലിന്റെ പരിഗണനയ്ക്ക് ഇന്നും കൂടെ ആ കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കോടതി പവർ ആയിട്ടില്ലല്ലോ സർ. അല്ലാതെ ഹൈക്കോടതിയിൽ ചില കേസുകൾ നടക്കുന്നു. ഹൈക്കോടതി കേസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്. മുനമ്പത്തെ ആളുകളുടെ പ്രശ്നം എന്താണ്? മുനമ്പത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം, അവർക്ക് ഒരു കോടതിയിലും പോകാൻ സാധിക്കുന്നില്ല. അവരുടെ കയ്യിൽ രേഖയുണ്ട്, അവർ വാങ്ങിച്ച ഭൂമിക്ക് അവർക്ക് രേഖയുണ്ട്. ആ രേഖയുമായിട്ട് ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഹൈക്കോടതി പറയാൻ ഞങ്ങൾക്ക് ഇത് പരിശോധിക്കാൻ കഴിയില്ല. കാരണം എന്താ, ഇവിടെ 2013 നിയമം കിടക്കുകയാണ്, 95 2013 നിയമം കിടക്കുക, ഞങ്ങൾക്ക് ഇത് ബാധിക്കില്ല. ഇനി ഹൈക്കോടതിക്ക് അത് പറയാൻ സാധിക്കില്ല, നിയമം മാറ്റി. ഇനി രാജ്യത്തിലെ ഹൈക്കോടതികൾക്ക്, അതായത് ട്രിബ്യൂണലിന്റെ തീരുമാനം എതിരാണെങ്കിൽ രാജ്യത്തിലെ ഏത് ഹൈക്കോടതിയിലും ഈ പരാതിക്കാർക്ക് പോകാം. അങ്ങനെ പോകുമ്പോൾ സാധാരണ ഒരു ഭൂമി വ്യവസ്ഥാവകാശം സിവിൽ കോടതി എങ്ങനെയാണോ കേൾക്കുക, അതേപോലെ അവർക്കൊന്ന് കേൾക്കാൻ പറ്റുമോ എന്നത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അല്ല, അവരെ ഒന്ന് കേൾക്കും, അത്രേ ഉള്ളൂ. വേറെ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൈവശമുള്ള രേഖ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും. അല്ല, അവർ വെറുതെ മുനമ്പത്തെ നിവാസികൾ പറയുന്നത് വെറുതെ അവർക്ക് ഭൂമി കൊടുക്കാനല്ല, അവരെ കൈവശമുള്ള ഡോക്യുമെന്റ് പരിശോധിക്കണം. അല്ല, പക്ഷെ അത് ഫാറൂഖ് കോളേജിന് പിഴവ് പറ്റിയതാണ് എന്നാണ് ട്രൈബ്യൂണലിൽ ഇതുവരെയുള്ള ചില നടപടിയിൽ നിന്ന് വ്യക്തമാണ്. ഫാറൂഖ് കോളേജാണ് ഭൂമി കൊടുത്തിരിക്കുന്നത്. സേട്ടിന്റെ കുടുംബം കൃത്യമായ ഡീഡുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അല്ല, അതുകൊണ്ട് ഈ അവർക്ക് പരാതി പറയാം എന്നതിലുപരി പരാതി പറയില്ല, കേസ് കൊടുക്കും. ആ കേസ് കൊടുക്കുമ്പോൾ നിലവിലുള്ള നിയമത്തിനനുസരിച്ചാണ് ഈ കാര്യങ്ങളില്ല. ഇനി പുതിയ സർവേ നടത്താം. നേരത്തെ നിയമത്തിൽ സർവേ നടത്താൻ പാടില്ല. ഇനി സർവേ നടത്തും, ഡോക്യുമെന്റുകൾ പരിശോധിക്കും, ട്രിബ്യൂണൽ പരിശോധിക്കും, ഹൈക്കോടതി വാദം കേൾക്കും. അതനുസരിച്ച് രാജ്യത്തിലെ ഏത് സിവിൽ ഡിസ്പ്യൂട്ടും എങ്ങനെയാണോ തീർക്കുക, ഭൂമി വ്യവസ്ഥാവകാശം സംബന്ധിച്ച് രാജ്യത്തെ ഏത് സിവിൽ സ്യൂട്ടും തീർക്കും പോലെ മുനമ്പത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അത് ഇന്നലെയും ഇന്നും മന്ത്രി ആവർത്തിച്ചിട്ടുണ്ട്, മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതോടുകൂടി. കാരണം മുനമ്പത്തെ നിവാസികടയിൽ ക്രിസ്റ്റൽ ക്ലിയർ ഡോക്യുമെന്റ്സ് ഉണ്ട്. കൃത്യമായ രേഖകളുള്ള ഭൂമിയാണത്. അല്ല, അതാണ് അല്ല, അവരെന്റെ രേഖകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, പരിശോധിച്ചിട്ടുണ്ട്, രേഖകളുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു കോടതി പരിശോധിച്ച് വിധി വന്നതല്ലേ? എങ്ങനെയാണ് വിധി വന്നത്? വിധി വന്നത് 1995 നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രാജ്യത്തെ കോടതിക്ക് നിലവിലുള്ള പുതിയ നിയമത്തിനനുസരിച്ച് ഇത് പരിശോധിക്കപ്പെടും. അല്ല, പരിശോധിച്ചാലും ഈ വഖഫ് ചെയ്യപ്പെട്ട ലാൻഡാണ്, അത് ഫറൂഖ് കോളേജാണ് നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ വഖഫ് അല്ലാതെ മാറും? വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കണം.
അതായത് വഖഫ് ചെയ്തു എന്ന് പറയുന്ന ഭൂമി വെറുതെ വഖഫിനും ചെയ്യാൻ പറ്റില്ല. അല്ല നമ്മളൊരു വിചാരിച്ചാൽ അങ്ങനെ പുതിയ നിയമം വെറുതെ വഖഫ് ചെയ്യാൻ പറ്റില്ല. അല്ല നമ്മളൊരു സർക്കാർ ഭൂമി കയ്യേറ്റം ചെയ്ത ശേഷം അത് ആളുകൾക്ക് മുറിച്ചു വെക്കുന്നു, എന്നിട്ട് ഞാൻ പറയുന്നു എന്റെ ഭൂമിയാന്ന് പറയുന്നത്. അതുപോലെയാണ് കാര്യം നടന്നിരിക്കുന്നത്. അല്ല അത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അല്ല നമ്മുടെ ആശങ്കയാണ്. മുനമ്പത്തെ ആളുകൾക്കും ആശങ്കയില്ല, BJPക്കും ആശങ്കയില്ല, കേന്ദ്ര സർക്കാരിനും ആശങ്കയില്ല. മുനമ്പത്തെ 610 കുടുംബാംഗങ്ങളുടെ ഭൂമി ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് ഈ നിയമം പാസ്സാകും. അല്ല സാർ, അതാണ് നമ്മുടെ സംശയം. ഈ നിയമം പാസ്സാകുമ്പോൾ മുനമ്പത്തെ ആളുകൾക്ക് എങ്ങനെ ഭൂമി കിട്ടും എന്നതാണ് സംശയം. അവർക്ക് കോടതിയിൽ പരാതി പറയാൻ ഒരു അവസരം കിട്ടുന്നു വേണം പരിഹരിക്കപ്പെടുന്നു. നിങ്ങൾ കോടതിയിൽ പോകുന്നതിനാണ് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനല്ലേ? പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങളുടെ നിയമമനുസരിച്ച് സാധിക്കും. അതാണല്ലോ പറഞ്ഞത്. മന്ത്രി മുനമ്പത്തിന്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ, വെറുതെ ഓടിച്ചു പറയരുത്. ഈ നിയമം അനുസരിച്ച് മുനമ്പം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക്, അതായത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ വഖഫ് കാര്യം ഒരേ സഭയിലാണ് നടന്നത്. കേന്ദ്രമന്ത്രി തന്നെ പറയുന്നു മുൻകാല പ്രാബല്യം ഇല്ല എന്ന് പറയുന്നു, മറുവശത്ത് നിങ്ങൾക്ക് ഭൂമി കിട്ടുമെന്നും പറയുന്നു. അതുകൊണ്ട് ഉള്ള സംശയമാണ്. നിങ്ങൾക്ക് ഒരു ഭൂമി ഒരാൾ തന്നു. ഈ രാജ്യത്തിലെ റവന്യൂ നിയമം എന്താണ്? അല്ല തന്നയാള് നിയമവിരുദ്ധമാണ്. നിങ്ങൾ ആ ഭൂമിക്ക് കരമടച്ചു. 3 വർഷം തുടർച്ചയായി കരമടച്ചു. 3 വർഷം തുടർച്ചയായി കരമടച്ച ശേഷം ആ ഭൂമിക്ക് ഒരു ഡിസ്പ്യൂട്ട് വരും. എന്താണ് സിവിൽ കോടതിയിലെ പരിഹാരം? എന്താ പരിഹാരം? തുടർച്ചയായി നോക്കില്ല. തുടർച്ചയായി കേസിൽ എന്ന സമയത്ത് തുടർച്ചയായി നിങ്ങൾ കരമടക്കുകയാണെങ്കിൽ, ആ നിങ്ങൾ കരമടക്കുന്ന സന്ദർഭത്തിൽ ആരും ഒബ്ജക്റ്റ് ചെയ്തില്ലെങ്കിൽ, നിലവിൽ റവന്യൂ നിയമം അനുസരിച്ച് നിങ്ങളുടെ കരം സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാണെങ്കിൽ ആ ഭൂമി ഉടമസ്ഥാവകാശം നിങ്ങൾക്ക്. മൂന്നാറിലൊക്കെ ഒരുപാട് കേസുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ വില്ലേജ് ഓഫീസർ തഹസിൽദാരും ചേർന്ന് ഭൂമി പതിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് കേസുകൾ. രേഖകൾ അല്ല അവർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടില്ല. അത് സർക്കാർ ഭൂമിയാണ്. ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് രാജ്യത്ത് നിലവിലുള്ള സിവിൽ നിയമമാണ് ഇതിന് ബാധകമാണ്. ഡോക്യുമെന്റ് ഉണ്ട്, നിങ്ങൾ കരമടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ഒബ്ജക്റ്റ് ചെയ്യണം. കരമടക്കുന്ന സന്ദർഭം ഒബ്ജക്റ്റ് ചെയ്യണം. ഇതിപ്പോ 3 വർഷമല്ല, കഴിഞ്ഞ എത്രയോ കൊല്ലമായിട്ട് അവർ കരമടക്കുകയാണ്. അന്നൊന്നും ഒബ്ജക്റ്റ് ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ നോട്ടീസ് നൽകുകയാണ്. അത് വിലപ്പോകില്ല. അത് ഈ നിയമത്തിലുണ്ട്. ഞാൻ പറഞ്ഞു ഇതിപ്പോ നിയമമേ പാസ്സായിട്ടുള്ളൂ. ഇതിന്റെ ഇംപ്ലിമെന്റേഷനിൽ ഇതിന്റെ ചട്ടങ്ങൾ പാടും. അങ്ങനെയാണല്ലോ ചട്ടങ്ങൾ രൂപവൽക്കരിക്കുമ്പോഴാണ് ഏതൊക്കെ എങ്ങനെയെന്ന് പറയുന്നത്. അത് കുറച്ച് ദിവസം കൂടി നിങ്ങൾ കാത്തിരിക്കണം. അപ്പോ ഇപ്പൊ മുനമ്പത്തെ ആശങ്ക നിന്നിട്ടുള്ളൂ. ആ ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ നിങ്ങളുടെ ആശങ്ക കൂടി പരിഹരിക്കും. ദേവസ്വം ബോർഡിന്റെ സ്വത്തിനെ സംബന്ധിച്ച് തർക്കമുണ്ടായ ആരാധന പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ തർക്കമുണ്ടായി. ഇത് അല്ലല്ല, ഇത് മുസ്ലിം സമൂഹത്തിന്റെ വഖഫ് ബോർഡിന്റെ മെമ്പർ മുതൽ മുസ്ലിം സമൂഹത്തിന്റെ ഏതെങ്കിലും മതപരമായിട്ടുള്ള കാര്യങ്ങളല്ല. അവരുടെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ളതല്ല. ഇത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് വഖഫുമായിട്ട് കേസ് നടത്തും മഹാഭൂരിപക്ഷവും നോൺ മുസ്ലിം വ്യക്തികളും സംഘടനകളുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ബോർഡിൽ നോൺ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടാവണം. അത് ആരെങ്കിലും ഉണ്ടാവുക എന്നുള്ളതല്ല. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ജുഡീഷ്യൽ പദവികളിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനാവണം. അത് ഇന്ന മതക്കാരെന്ന് പറഞ്ഞില്ല, നോൺ മുസ്ലിങ്ങളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവണം. അത് ഈ വ്യവഹാര തർക്കവുമായി മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലാണ്. മറ്റൊരു അവകാശവാദത്തിൽ രാജ്യത്തെ എല്ലാ സ്വത്തവകാശവും അങ്ങനെയാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, ഏക്കർ കണക്കിന് സ്വത്തുക്കൾ ദേവസ്വം ബോർഡിന്റെ കൈവശമുണ്ട്. ആ ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള സ്വത്തിനെ സംബന്ധിച്ച് ആളുകൾ തർക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡാണ് അതിന് തീരുമാനം എടുക്കാനല്ലോ. ദേവസ്വം ബോർഡ് കക്ഷിയാണ്, തീരുമാനമെടുത്ത സിവിൽ കോടതിയാണ്. പള്ളി സ്വത്തിനെ സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നു. ആ തർക്കം ആരാ? ക്രിസ്ത്യൻ സമൂഹം മാത്രമാണ് തീർക്കുക, അങ്ങനെയല്ലല്ലോ. അപ്പൊ ഒരു അർദ്ധ ജുഡീഷ്യൽ ഫോറം വേണം ഈ കാര്യങ്ങൾ തീർക്കാൻ. ആ അർദ്ധ ജുഡീഷ്യൽ ഫോറത്തിൽ സ്വാഭാവികമായിട്ടും തർക്കം തീർക്കണമെങ്കിൽ നോൺ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കൂടി വേണം. അതുകൊണ്ട് അതിന് മാത്രം ഭൂമിയുടെ വ്യവഹാര തർക്കത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അതിനെ ദേവസ്വം ബോർഡുമായിട്ടുള്ള മറ്റൊരായിട്ട് കൂട്ടിക്കിടക്കേണ്ട ആവശ്യമില്ല. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സ്വത്തിനെ സംബന്ധിച്ചുള്ളതല്ല. അത് അമ്പലങ്ങളിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പള്ളിയിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി വഖഫ് ബോർഡ് ഉണ്ട്. അതിലൊന്നും ആരും കൈകടക്കുന്നില്ല. അത് വേറെ കാര്യമാണ്. അത് സംസ്ഥാന ഗവൺമെന്റാണ് പാസ്സാക്കുന്നത്.
ദേവസ്വം നിയമം സംസ്ഥാനത്തിലാണ്. ചർച്ച് ബില്ല് വരുമോ? ചർച്ച് ബില്ല് ഉണ്ടാവാൻ പ്രോപ്പർട്ടിയുമായി സമാനമായ ബില്ല് വരുമോ? അതിനെക്കുറിച്ച് ഞാനെങ്ങനെ അല്ല ബി ജെ പി അങ്ങനെ ഒരു ആവശ്യം വന്നില്ലല്ലോ. അല്ല ഒരുപാട് നാളെ ആവശ്യമുണ്ട്, ഒരുപാട് നാളെ ആവശ്യമുണ്ട് ചർച്ച് ബില്ല് വേണമെന്നുള്ള ആവശ്യം. കാരണം അതിന് നിങ്ങൾക്ക് കോടതിയിൽ പോയി, ഏത് വ്യക്തിക്ക് കോടതി പോകും? ഞങ്ങള് എത്രയോ കേസ് കോടതി പോയിട്ടുണ്ടല്ലോ. കോടതി പോകണം. രാജ്യത്തിലെ നീതിന്യായ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടാണ് 95 നിയമം. ഭരണഘടനക്കും സുപ്രീം കോടതിക്കും മേലെയാണ് വഖഫ് ബോർഡും വഖഫ് ട്രിബ്യൂണലും എന്നായിരുന്നു 95 നിയമം. അത് ഞങ്ങൾ എടുത്തു മാറ്റി. ഇതിന്റെ 40-ാം വകുപ്പ് അനുസരിച്ച് നോക്കിയാൽ അത് വഖഫ് ബോർഡ്, തൊട്ടാൽ അത് വഖഫ് ബോർഡ്, വിളിച്ചു പറഞ്ഞാൽ അത് വഖഫ് ബോർഡ്. ഞാൻ പറഞ്ഞുതരാം. മാനന്തവാടിയില് നമ്മുടെ മാനന്തവാടി മണ്ഡലത്തിലെ എന്താ സ്ഥലത്തിന്റെ ഒരു മുസ്ലിം ഫാമിലിയാണ്, ഹിന്ദു ഫാമിലിയൊന്നുമില്ല. അവര് 10-40 കൊല്ലമായിട്ട് അവിടെ താമസിക്കുകയാണ്. അവർക്ക് വഖഫ് ബോർഡ് നോട്ടീസ് ചെയ്തു. എന്താ നോട്ടീസ് പറഞ്ഞറിയോ? ഒരു 3 തലമുറക്ക് മുമ്പുള്ള ഒരാൾ, അല്ലെ ഞാൻ പറഞ്ഞത് 3 തലം രേഖയൊന്നും അവർക്ക് കൊടുത്തിരുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല, അവർക്ക് എന്തായാലും കിട്ടിയില്ല. 3 തലമുറക്ക് മുമ്പുള്ള ഒരാൾ പള്ളിയിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ഭൂമി വഖഫിന് കൊടുത്തതായി പറയുന്നത് ഞങ്ങൾ കേട്ടു. ഞാൻ എന്റെ സൃഷ്ടിയൊന്നല്ല, ആ നോട്ടീസ് പറയുന്ന കാര്യമാണ്. ഞാൻ നോട്ടീസ് കണ്ടാളാണ്, ആ നോട്ടീസ് പറയുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെ ഞങ്ങൾ കള്ളം പറയുന്ന അറിയാം? ഇങ്ങനെയാണ് എല്ലാം. ഇപ്പൊ നിങ്ങള് കോഴിക്കോട്ട് നിങ്ങള് ഇവിടെ തിരുവമ്പാടിയിൽ പോയിട്ട് അന്വേഷിക്കണം. 40-45 കൊല്ലമായിട്ട് കുടുംബം താമസിക്കുന്നതാണ്. അവർക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് നോട്ടീസ് കിട്ടിയാൽ അതിനെന്താണ് പ്രൂഫുള്ളത്? പറഞ്ഞു കേൾക്കുന്നത്, അതായത് പറഞ്ഞു കേൾക്കുന്നത് ഡോക്യുമെന്റ് ഒന്നുമില്ലല്ലോ. അവരുടെ കയ്യിൽ ഡോക്യുമെന്റ് സാർ പറയുന്നത്. സ്വത്തിന്റെ കര അടക്കണ്ടേ? പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് വീടിന്റെ ലൈസൻസ് മേടിക്കണമെങ്കിൽ ഡോക്യുമെന്റ്സ് എല്ലാം ഹാജരാക്കണ്ടേ? നിങ്ങളുടെ ഉടമസ്ഥാവകാശം മാത്രം പോലുള്ളൂ. ഒരു ബാങ്ക് ലോൺ കിട്ടണമെങ്കിൽ എന്തെല്ലാം നമ്മൾ ഹാജരാക്കണം? അടിയാധാരം 3 ഹാജരാക്കണം. വേണ്ടേ? നിങ്ങളൊക്കെ ലോൺ എടുത്ത് വീടുണ്ടാക്കിയിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാറില്ലല്ലോ. ആണല്ലോ. 3 തലമുറയുടെ സ്വത്തിന്റെ അടിയാധാരം ബാങ്കിൽ കൊണ്ടുപോയി വെച്ചാൽ മാത്രമേ ഒരു ലോൺ കിട്ടൂ. തിരുവമ്പാടി ഫാമിലി ബാങ്ക് ലോൺ എടുത്താണ് എന്ന് പറഞ്ഞാൽ അത്രയും ഡോക്യുമെന്റ് ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഡോക്യുമെന്റ് ഉണ്ട്, നോട്ടീസ് കൊടുത്തവർക്ക് പറയത്തക്ക ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല. അതൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പൊ അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ, അത് 40-ാം വകുപ്പായിരുന്നു. ആ 40-ാം വകുപ്പ് എടുത്തു കഴിഞ്ഞതോടെ അത്തരം അവകാശവാദങ്ങളെല്ലാം വളരെ സിമ്പിളാണ് ആ കാര്യം. ഓക്കെ.